നയന അങ്ങനെ ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ ആവുമ്പോൾ അവളുടെ ജോലികളൊക്കെ തീർത്തിട്ട് അവളുടെ ഡ്രസ്സൊക്കെ അലക്കാനായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ ബാക്കിയുള്ളവരും വാഷിംഗ് മെഷീനിലായിരിക്കും അലക്കുക, പക്ഷെ നയന മാത്രം അവിടെ അലക്കല്ലിൽ തന്നെ കൊണ്ട് അലക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവളുടെ ഡ്രസ്സൊക്കെ അവൾ ബക്കറ്റിലാക്കിയിട്ട് ഹാളിൽ കൂടി പോവായിരിക്കും. ഈ സമയത്ത് ഇത് ദേവയാനി കാണുന്നുണ്ട്. ഓ, ഇതൊക്കെ ചെറിയൊരു പണി കൊടുത്തേക്കാന്നും പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് പണിയർന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ദേവയാനി അവളുടെ കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നയന ദാ ഇതും കൂടെ കൊണ്ടുപോയി വാഷ് ചെയ്തിരുമെന്ന് പറയുമ്പം ശരി അമ്മേന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സൊക്കെ മേടിക്കുകയാണ്. ഇതും കണ്ടുകൊണ്ടായിരിക്കും അങ്ങോട്ടേക്ക് നവ്യ വരുന്നത്. അപ്പോൾ ഈ സീൻസ് എല്ലാം മോളിൽ നിന്ന് മുത്തശ്ശനും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നവ്യ തന്നെ ചോദിക്കുകയാണ്, അല്ല നയന നീ എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ തുണിയിലെക്കാൻ പോവാ ചേച്ചിന്ന് പറയുമ്പോഴേക്കും അല്ല ഇത് ഈ സാരി ആരാന്ന് ചോദിക്കുമ്പോഴേക്കും അത് അമ്മയുടെയാണെന്ന് പറയുന്നുണ്ട്. അല്ല നീ നിൻ്റെ സ്വന്തം തുണി ഇലക്കിയാൽ പോരെ, അമ്മയുടെ തുണി ഇലക്കാൻ അമ്മയ്ക്കറിയാമല്ലോ. അതല്ല അവരുടെ എല്ലാം തുണി വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ ലോണ്ടറിക്ക് കൊടുത്തൊക്കെ അലക്കുന്നത്, ഇന്നെന്താ സ്പെഷ്യലായിട്ട് നിൻ്റെ കയ്യിലെന്ന് പറയുമ്പോഴേക്കും ദേവയാനി ചോദിക്കുകയാണ്, ഇവളലക്കൽ എന്താ കുഴപ്പം? അതെ, ഇവളിവിടുത്തെ സെർവൻറ്റിനെ പോലെയാ, ഞാൻ പറഞ്ഞ എന്ത് ജോലി ഇവൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ നവ്യക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നവ്യ ചോദിക്കുകയാണ്, നിങ്ങളെന്താ പറഞ്ഞത് ഇവളിവിടുത്തെ വേലക്കാരിയാണെന്നോ? അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് നിങ്ങളെ തുണി കൊടുത്തെങ്കിൽ മര്യാദയ്ക്ക് തുണി തിരിച്ചു മേടിച്ചിട്ട് സ്വന്തമായിട്ടുണ്ട് അലക്കാൻ നോക്ക്. അതല്ല നിങ്ങൾക്ക് വയ്യെങ്കിലോ അല്ലെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഈ തുണി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നയനനെ മനഃപൂർവ്വം ഒരു വേലക്കാരിയാക്കിയിട്ട് അവളെ കൊണ്ട് ഡ്രസ്സ് എടുപ്പിക്കാനാണ് നിങ്ങളുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ അതിവിടെ നടക്കാൻ പോകുന്നില്ല. ഇവളുടെ ചേച്ചിയായിട്ട് ഞാനിവിടെ ഉണ്ട്, ഉള്ളിടത്തോളം കാര്യം ഇവിടെ നടക്കാൻ പോകുന്നില്ല. വേണമെങ്കിൽ കൊണ്ട് തന്നെ അലക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവിനെ ചോദിക്കുകയാണ്, നീ എന്താടി പറഞ്ഞേ എന്ന് ചോദിക്കുന്നു. എന്താ നിങ്ങൾക്ക് ചെവി കേട്ടൂടെ? ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. വേണമെങ്കിൽ സ്വന്തം തുണി തന്നെ അലക്കണം. നമ്മളിട്ട് മുഷിഞ്ഞു നാർന്ന തുണി മറ്റാളെ കൊണ്ടല്ല അലക്കിക്കേണ്ടത്. ലോണ്ടറിക്ക് കൊടുക്കുകയാണെങ്കിലോ അതല്ല നമ്മുടെ സെർവൻറ്റിലേക്കാണെങ്കിലോ അതിലൊന്നും വലിയ പ്രശ്നം ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ നയന അവളുടെ തുണി അലക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ മെഷീൻ നിറയെ തുണിയൊക്കെ നിങ്ങൾ കൊടുത്ത് അവൾ വേലക്കാരി എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്താൽ അത് ഞാൻ സമ്മതിച്ച് തരില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ഓഹോ, എന്നെ ധിക്കരിക്കാൻ മാത്രം നീ വളർന്നോടി, നിനക്കിപ്പോൾ ഇവിടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് ഓർത്തിട്ടല്ലേ നീ ഇത്രയ്ക്ക് അഹങ്കരിക്കുന്നേ? അതൊന്നും ഒരുപാട് കാലം ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയാണ്, ആരും അടി ഉണ്ടാക്കണ്ട ചേച്ചി, ഞാൻ ഈ തുണിയിലാക്കിക്കോളാം. തുണിയിലക്കുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നീ മിണ്ടാതിരിക്കടി അങ്ങോട്ട്, എല്ലാവരുടെയും വിരിപ്പിലൊക്കെ നിനക്ക് അങ്ങ് ഭയങ്കര എളുപ്പമാണല്ലോ. ആരെന്ത് പറഞ്ഞാലും അങ്ങ് അപ്പം അങ്ങ് ചെയ്തേക്കും, ഒരു മടിയും കൂടാതെ. അതുകൊണ്ടാണ് എല്ലാവരും നിൻ്റെ തലയിൽ കയറിയിരിക്കുന്നത്. നിന്നെ അടുക്കളയിലെ പാചകക്കാരിയും വീട്ടിലെ വേലക്കാരിയാക്കി നിർത്തുക എന്താ നിനക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. നയനെ പറയാണ്, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി, മനസ്സിലാകാതെയൊന്നും അല്ല. പിന്നെ ഞാൻ തിരിച്ചു പറയുന്നതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ ഈ വീട്ടിൽ മരുമകളായി കയറി വന്നത് യഥാർത്ഥ മാർഗത്തിലൂടെ അല്ലല്ലോ. അപ്പോൾ ആർക്ക് തന്നെ എനിക്ക് ഇഷ്ടമില്ല, എൻ്റെ ഭർത്താവിന് പോലും എന്നെ ഇഷ്ടമില്ല. അതുകൊണ്ട് എൻ്റെ മുത്തശ്ശനിട്ട് എനിക്കിവിടെ തുറന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അന്ന് തന്നെ സന്തോഷത്തോടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതാ. ഇനിയെങ്കിലും സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ എൻ്റെ മുത്തശ്ശന് വയ്യാതായതുകൊണ്ടാണ്, മുത്തശ്ശനെ ഒരു അസുഖക്കാരനോ വയ്യാഴികയിലേക്കോ തള്ളിവിട്ടിട്ട് എനിക്ക് അങ്ങനെ പോയി സ്വന്തം കാലം നിൽക്കണ്ട. അതുകൊണ്ടാണ് ചേച്ചി എൻ്റെ മുത്തശ്ശന് എല്ലാം നേരെയാകുന്നത് വരെ ഞാനിവിടെ ഇങ്ങനെ തന്നെ കഴിഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. നവ്യ പറയാണ്, ശരി നീ പോയിക്കോ, ഞാൻ ഈ കാര്യം മുത്തശ്ശനോട് പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും അയ്യോ ചേച്ചി പറയല്ലേ, മുത്തശ്ശനാണെങ്കിൽ ആകെപ്പാടെ സീനാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനി പറയാണ്, ഓഹോ, അപ്പോൾ മുത്തശ്ശൻ അറിഞ്ഞാൽ എന്നെ ഇവിടെ കിട്ട് പൊരിക്കുമെന്നായിരിക്കും നീ ഉദ്ദേശിക്കുന്നത്? ചേച്ചിയും അനിയത്തിയും കൂടിയിട്ട് എന്താ എന്നെ ഭരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? അതെ, ഇവിടുത്തെ അധികാരമൊന്നും ആരും നിനക്ക് തന്നിട്ടില്ല. നീ വീട്ടിലെ വെറും സെർവൻറ്റ് മാത്രമാണ് സെർവൻറ്റ് എന്നിങ്ങനെ ദേവേനി പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശൻ ഇറങ്ങി വരുന്നുണ്ട്. മുത്തശ്ശനെ കണ്ടപാട് ദേവിയാനിയുടെ ഫ്യൂസ് അടിച്ചു പോയ നിലയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ദേവയാനി, നീ ഇപ്പോൾ ഇവിടെ എന്തോ പറഞ്ഞു കേട്ടല്ലോ, എന്താ പറഞ്ഞേ? ഒന്നുമില്ല അച്ഛാ എന്ന് ദേവയാനി പറയുമ്പോഴേക്കും നവ്യ ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും നയന നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് പറയില്ലേ ചേച്ചി എന്ന് പറയുന്നുണ്ട്. നവ്യ മിണ്ടാതിരിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നവ്യ നിന്നെ ഞാൻ സമ്മതിച്ചു നിൽക്കുന്നു, ഇങ്ങനെ വേണം പെമ്പിള്ളേരായാൽ, അല്ല നയനെ പോലെ ഇത്രയ്ക്കും അങ്ങോട്ട് ഓവറാകാൻ പാടില്ല. എന്ത് കാര്യത്തിനും പ്രതികരിക്കാനുള്ള ശേഷി വേണം, ബുദ്ധിയും കഴിവും മാത്രം പോരാ, പ്രതികരണ ശേഷി കൂടി പെൺകുട്ടികൾക്ക് അത്യാവശ്യമായ കാര്യമാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയാണ്, ഈ എല്ലാ സംഭവങ്ങളും ഞാൻ ആ മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടില്ലെന്നേ ഉള്ളൂ. ദേവയാനി അവളെ സെർവൻ്റ് എന്ന് വിളിക്കുന്നതും നവ്യ അവളെ സെർവൻ്റ് അല്ല എന്ന് പറഞ്ഞ് ചൂടാവുന്നതും എല്ലാം ഞാൻ കേട്ടു. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നയന ആ ബക്കറ്റ് നേരെ ദേവയാനിയുടെ കയ്യിലേക്ക് കൊടുത്തേ. ദേവേനി അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. അച്ഛാ, അത് എൻ്റെ തുണികൾ എന്ന് പറയുമ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടാൽ പോരെ എന്ന് പറയുന്നുണ്ട്.
അപ്പോഴേക്കും നയന അവളുടെ കയ്യിലിരുന്ന ബക്കറ്റ് ദേവന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ പറയാണ്, നീ എന്താ ആളെ വിളിച്ചത്, സെർവൻ്റ് എന്നോ? ഇന്നൊരു ദിവസത്തേന് നീ നയനയുടെ സെർവൻ്റായിട്ടങ്ങ് ഇരുന്നാൽ മതി. മര്യാദയ്ക്ക് കൊണ്ടുപോയി അവളുടെ ഡ്രസ്സും കൂടെ വാഷ് ചെയ്തിരുന്ന് പറയുമ്പം അച്ഛാ ഞാനത് ലോണ്ടറിക്ക് കൊടുക്കാമെന്ന് പറയുമ്പം, ഓഹോ അപ്പോൾ ലോണ്ടറിക്ക് കൊടുക്കാനൊക്കെ നിനക്ക് അറിയാമല്ലേ? നിന്റെ മുഷിന് നിറയെ തുണിയൊക്കെ നീ ഇവളെ കൊണ്ട് അലകിക്കാൻ നോക്കിയതല്ലേ? അതുകൊണ്ട് നിനക്കൊരു പണിഷ്മെൻ്റ് ആയിട്ട് ഇരുന്നോട്ടെ, ഇനി നയനയുടെ ഡ്രസ്സുകൾ നീ വേണം മലക്കി വിരിക്കാനെന്ന് പറയുന്നുണ്ട്. അച്ഛാ എന്ന് പറഞ്ഞ് അലറി വിളിക്കുമ്പോഴേക്കും, വേണ്ട, ശബ്ദം ഉയർത്താൻ നോക്കണ്ട, ഇത് അനന്തമൂർത്തിയുടെ അനന്തപുര തറവാടാ, ഇവിടെ കിടന്ന് ആരും അധികം ഷോയൊന്നും ഇറക്കണ്ട. നിനക്ക് ഞാൻ ഈ വീടിന് അധികാരം തന്നത് ഈ വീട് നന്നായിട്ട് നോക്കുമെന്ന് കരുതിയിട്ടാ, നിനക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് കരുതിയിട്ടാ. മൂത്ത് മരുമകളുടെ സ്ഥാനവും ഈ വീടിന് താക്കോലും അധികാരം നിനക്ക് ഞാൻ നൽകിയത് എൻ്റെ ഭാര്യയ്ക്ക് പോലും കൊടുക്കാതെ. അതിനർത്ഥം എന്താണെന്നറിയാവോ? നീ ഈ വീട് നന്നായിട്ട് നോക്കുമെന്നാ. പക്ഷേ വന്നു കയറി മരുമക്കളോട് നീ അവരെ സെർവൻറ്റിനെ പോലെ കാണുകയും അവരെ ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുമ്പം പിന്നെ നിനക്ക് അധികാരത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പം നിനക്കിവിടെ ഒരു സെർവൻറ്റിൻ്റെ വില മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ? പോയി തുണി കഴുകുന്ന പറയുമ്പോഴേക്കും അവൾക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കുകയാണ്, അപ്പോൾ സങ്കടം വരുന്നുണ്ടല്ലേ? നിന്റെ അമ്മായച്ചനായ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ നിനക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടായി? അതുപോലെ തന്നെ നിന്റെ മരുമകളോട് അമ്മായിമ്മയായി നീ പറയുമ്പോഴും അവൾക്ക് അതുപോലെ തന്നെ വിഷമം ഉണ്ടാവും. അത് മനസ്സിലാക്കി പെരുമാറാൻ പഠിക്കണം. എന്തായാലും ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം നടക്കട്ടെ എന്ന് പറയാണ്. നയനെ പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശ, ഞാൻ അലക്കിക്കോളാം, എനിക്കിതിന് മനസ്സിൽ യാതൊരു തൃപ്തിയില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, അല്ല നയന, ഇന്ന് ദേവ്യാനി ഇത് ചെയ്യട്ടെ എന്ന് പറയാണ്. ദേവ്യാനി എപ്പോഴേക്കും മനസ്സോടെ നയനെ മനസ്സിലൊന്ന് പ്രാഗിക്കൊണ്ട് അവിടെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, നവ്യ, നയന, നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇതുപോലെ ഒന്നായിട്ടിരിക്കണം. നവ്യ ഉള്ളിടത്തോളം കാലം നയനെ ആർക്കും തകർക്കാൻ സാധിക്കില്ല, നയന ഉള്ളിടത്തോളം കാലം നവ്യനെ ആർക്കും തകർക്കാൻ സാധിക്കില്ല. രണ്ടുപേരും നല്ല ഇതായിട്ടിരിക്കണം. രണ്ടുപേരും ഇതുപോലെ തന്നെ സ്നേഹത്തോടെ തന്നെ തുടർന്നു പോകണം. ഒരു സഹോദരി ബന്ധം എന്ന് പറഞ്ഞാൽ അതൊന്നും ആർക്കും തകർക്കാൻ പറ്റാത്ത ബന്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്നല്ല ഒരിക്കലും നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നയനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഓവറായിട്ട് നന്മമരം കളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാം നിന്നെ തലയിൽ കയറുന്ന മുളകറിക്കാൻ നോക്കത്തേ ഉള്ളൂ. വേണം കുറച്ചൊക്കെ, അതിലപ്പുറമായ പിന്നെ ആരും തന്നെ നിന്നെ മൈൻഡ് ചെയ്യാൻ പോയില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും ഒന്ന് നയനെ ഇതാക്കിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. നവ്യ പറയാണ്, കണ്ടില്ലേ മുത്തശ്ശൻ തന്നെ എന്താ പറഞ്ഞെന്ന്? നീയല്ലേ ഇവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. നീ നിന്റെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ? ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറയാൻ വരുന്ന അതുപോലെ നിനക്ക് മനസ്സിലാവില്ലല്ലേ? ഈ മുത്തശ്ശിയൊക്കെ നിന്റെ നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നീ ഇവിടെ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ദേവേനെ അലക്കുന്നത് എനിക്കൊന്ന് പോയി കാണണം എന്നൊക്കെ പറഞ്ഞ് നവ്യ പറയുമ്പോൾ, ചേച്ചി എന്തായി പറഞ്ഞത്? വേണ്ട, അങ്ങോട്ടേ പോയി ചേച്ചി കാണുകയും കളിയാക്കൊക്കെ ചെയ്താലുണ്ടല്ലോ അമ്മയ്ക്ക് ഇരട്ടി ദേഷ്യമാവും. പിന്നെ അത് എന്നോടും പ്രകടിപ്പിക്കും. ആ ദേഷ്യം പകർന്ന് ആദർശേട്ടിലേക്കും കൊടുത്താൽ പിന്നുണ്ടല്ലോ ഇപ്പോഴുള്ള സ്നേഹം പോലെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും, ശരി, ഞാനവിടെ നിന്റെ ഭർത്താവിൻ്റെ സ്നേഹമൊന്നും കുറയ്ക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് നവ്യ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കിക്കൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ദിവസവും സ്റ്റോറീസും വരാനിരിക്കുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ് ആവാതിരിക്കാറുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.